ശാന്തമായ ഒരു ഏരിയ ആയിരിക്കണം, നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആവണം. ഇവരുടെ വർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇവരുടെ അടുത്തൊരു പ്രോജക്റ്റിലും കൂടി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പേര് ജിൻസി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എബി, ഞങ്ങൾക്കൊരു മോനുണ്ട്, ആളുടെ പേര് എയ്റ്റൻ. ഞങ്ങൾ ബേസിക്കലി പാലക്കാരാണ്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് യുഎസിലാണ്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ലീവ് തീരുന്നതിന് മുമ്പ്, ഒരു മാസം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ഫ്ലാറ്റ്, എറണാകുളത്തൊരു ഫ്ലാറ്റ് വേണം എന്നുള്ളൊരു ഇത് എടുത്തു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ താജിൽ റൂം എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് കായലിൻ്റെ തീരത്തൊരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ്, ഇതായിരുന്നു എൻ്റെ മനസ്സിലൊരു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ 3-4 ഇതിലേക്ക് ഞങ്ങൾ എൻക്വയറിക്ക് വേണ്ടി ഞങ്ങൾ അയച്ചു. ഞങ്ങളുടെ ലീവ് തീരുന്നതിന് ഒരു 2 ദിവസം മുമ്പ് ഞങ്ങൾക്ക് വീഗലാൻഡിൽ നിന്ന് ഞങ്ങൾക്കൊരു എൻക്വയറി വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ. അവർ ഞങ്ങൾ ചോദിച്ചു പറഞ്ഞു കായലിൻ്റെ തീരത്തൊന്നും ഇല്ല ഇങ്ങനെ, പക്ഷേ തൃപ്പൂണിത്തറ ഇപ്പോൾ അവർക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, വന്ന് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും കൂടി ഈ പ്രോജക്റ്റ് കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ കംപ്ലീറ്റ് വ്യൂ കിട്ടുന്ന ഒരു ഇത് വേണം, അടിനില ആവരുത്, മുകളിലേക്ക് കുറച്ച് അങ്ങനെ, പിന്നെ കിഴക്ക് ദർശനം, ഇങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് ഇത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നു കണ്ടു, അന്നേരം തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തത്. പേയ്മെൻറ്റ് കേസിലാണെങ്കിൽ തന്നെ നമുക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പേയ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ തന്നെ മൊത്തത്തിൽ നല്ലൊരു നല്ലൊരു ഫീലായിരുന്നു നമുക്ക്. കാരണം നമ്മൾ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ വന്ന് നോക്കി എങ്ങനെയാണ് ഇതൊന്നും നമ്മൾ അറിയേണ്ടി വന്നില്ല. ഇവരെല്ലാം നമ്മളെങ്ങനെയാണോ ആഗ്രഹിച്ച ആ രീതി തന്നെ ഇവർ ക്ലിയറാക്കി നമുക്ക് തന്നു. നമ്മളെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ചിറ്റിലപ്പള്ളി സാറിൻ്റെ ഒരു കേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ബാക്കിയുള്ള ഒരു ഇത് പറ്റുന്ന പോലെ ആവില്ല, നമുക്കെല്ലാം കൃത്യമായിട്ട് തന്നെ അത് ആ ഒരു ലെവലിൽ തന്നെയാണ്, നമുക്ക് കൃത്യമായിട്ട് തന്നെയാണ് നമുക്ക് ചെയ്തു തരുന്നത്. അവിടെ നമുക്കൊരു ഒരിക്കലും നമുക്കൊരു ഒരു തെറ്റ് പറ്റി നമ്മൾ ചൂസ് ചെയ്ത് തെറ്റാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്തു തന്നിരിക്കുന്നത്. ഇനിയാണെങ്കിൽ തന്നെ എന്നോട് ആരെങ്കിലും ഒരു ഫ്ലാറ്റിൻ്റെ കേസ് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ ചിറ്റിലപ്പള്ളി സാറിൻ്റെ വീഗലാൻഡിൻ്റെ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യാൻ അവരോട് പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കേസ് അവരുടെ സർവീസ് നല്ലതാണ്, പിന്നെ നമുക്ക് നമ്മളോട് എങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ രീതി തന്നെയാണ് അവർ കംപ്ലീറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അത് ഉറപ്പായിട്ടും ഞാനൊരു റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ ചിറ്റിലപ്പള്ളി സാറിൻ്റെ ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്.